നിങ്ങൾക്ക് ഒരു കാര്യം കാണിച്ചിട്ടെ വാ. ഫ്രിഡ്ജിലേ നല്ല മുട്ട ഇരിക്കുന്നുണ്ട്. നമുക്ക് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് മുട്ട ഉണ്ടാക്കിയാലോ? ഫസ്റ്റ് ഒരു ചട്ടി വേണല്ലോ. പാത്രം കിട്ടി. അപ്പൊ ഈ പാത്രത്തിലാ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഓക്കെ, നമുക്ക് ഇതൊന്ന് നല്ലോണം കേക്ക് എടുക്കണം കേട്ടോ. അതൊക്കെ ഉണ്ടാക്കുമ്പോ കണ്ടോ, സ്പെഷ്യലാ. നോക്കിക്കോ. നമുക്ക് ഇതിൽ ഫസ്റ്റ് കുറച്ച് വെള്ളം എടുക്കാം. ഞാൻ നേരത്തെ കാട്ടുന്നതിന് നമ്മളെ മുട്ടക്കൂട്ടുണ്ട് ഫ്രിഡ്ജില്, അതുപോലെ നന്നായിട്ട് കഴിക്കിട്ടുണ്ട്. നമുക്ക് നല്ല ശുദ്ധ വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി അത് പൂട്ടണം കേട്ടോ. അടുപ്പ് ഇനി നമ്മളെ മുട്ടന്റെ പരിപാടി ഇങ്ങോട്ട് തുടങ്ങാം. ഫസ്റ്റ് ഇതൊന്ന് കത്തിച്ചെന്താണ് എനിക്ക്, ഞാൻ അത് വേണമെങ്കിൽ തുറന്നുതരാം. ഒന്ന് കത്തിച്ചാൽ നിൽക്കൂല. കത്തിച്ചാ കത്തിച്ച് ഗ്യാസ് ഇങ്ങോട്ടാണ് അയക്കണത്. നമുക്ക് ഈ വെള്ളം ഗ്യാസുമൊക്കെ വെച്ചുകൊടുക്കാം. ഇനി കീസിലിരിക്കുന്ന കുട്ടന്മാരെ കണ്ടില്ലേ? ഈ കുട്ടന്മാരെ നമുക്ക് അയക്കണ്ടത്. ഓക്കെ, കാണും. അപ്പൊ നമുക്ക് ഇതിന് 4 മുട്ടയാണ് കണക്കുള്ളത്. അപ്പൊ 4 മുട്ട നമുക്ക് ഇതിൽ വെച്ചുകൊടുക്കണം. 4 മുട്ട ഉണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ആണ്, ഒന്നും തിന്നിട്ടില്ല. പച്ച വയർക്കാണ് ഈ 2 മുട്ട. വീട്ടിലൊന്നും ആരുമില്ല. അപ്പൊ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്റെ ബാക്കിയാണ്. ഇനി നമുക്ക് ഇതിക്ക് കുറച്ച് ഉപ്പിടണം. മോട്ടർ ഇതാ ഉപ്പിനെ കണ്ടില്ലേ? കുറച്ച് ഇട്ടാ മതി. ഇനി ഇത് കുറച്ചേരം അതിലിരുന്നോട്ട്. തിളക്കുമ്പോ നമുക്ക് എടുക്കാം. നമ്മുടെ മുട്ടക്കുട്ടന്മാര് നല്ലോണം ഇങ്ങോട്ട് തിളച്ച് വരുന്നുണ്ട്. നമുക്ക് ഇതായിക്കണോ ഒന്ന് നോക്കാം. തളിച്ചിക്കണേ. നമുക്കേ ഇന്നുണ്ടൊരു സാധനം കൂടി ഉണ്ടാക്കാൻ. നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോവല്ലോ. ആ ഉണ്ടേ. ഞാൻ പറഞ്ഞില്ലേ കുട്ടി, ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ബ്രേക്ക്ഫാസ്റ്റ് നമ്മള് 2 ആളല്ലേ ഉള്ളൂ. 4 മുട്ട പോരെ. പിന്നെ കാട്ടിക്കൊടുക്കിട്ടോ, ഇല്ലെങ്കി ഓൽക്കൊന്നും ഇത് ഉണ്ടാക്കാൻ അറിയുന്നുണ്ടാവില്ല. നമ്മള് പഠിപ്പിച്ചു കൊടുക്കണ്ടേ? അതൊക്കെ ഞാന് കാട്ടിത്തരാ. പിന്നെ നമ്മൾ ഇങ്ങനത്തെ ഒരു പാത്രമൊക്കെ ആവുമ്പോ വെട്ടി തിളക്കുമ്പോ ആരും ഇതിമൊന്നും പിടിച്ചെഴുത് കേട്ടോ. കജ്ജ് പൊള്ളിയിട്ട് പിന്നെ എന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. പോരെ, ഇത് രാവിലെ ഇപ്പൊ ആകും. നിങ്ങളൊന്ന് ബേജാറാവാതെ നിക്കും. ഇതില് മുട്ട ഉണ്ടോ? അതാ മുട്ട കാക്ക കൊത്തിക്കൊണ്ടുപോയി. പിന്നെ തിന്നുമ്പോ അടിപൊളി ആയിക്കാരാം. പക്ഷെ പേരറിയില്ല. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിക്കണ്. അല്ല, എനിക്ക് കുറച്ച് കലപ്പില്ല ഇനിയുണ്ടേ. ഉണ്ട്. ഇത് മതിപ്പാ. പാല് വെട്ടി തിളക്കുണ്ടോന്നു ഓഫാക്കിയാലോ? കുട്ടന്മാർക്ക് പൊള്ളിനുണ്ടാകും. നമുക്ക് ഓഫാക്കാനുള്ള ടൈം ആയിക്കണേ. അതാ മുട്ടക്കുട്ടന്മാര് വന്നിട്ടാ. പിന്നെ നമ്മളെ മുട്ടക്കുട്ടന്മാര് ഗ്യാസിന്റെ അവിടെ നിന്നാ ശരിയാവൂല. അതുകൊണ്ട് നമ്മളെ പൈപ്പിന്റെ അടിക്ക് ഇറക്കി വെച്ചിക്കണ്. ഇപ്പൊ ഏതൊക്കെ ഒരു കീസൊക്കെ കൊടുന്ന് അങ്ങനെ ഇറക്കി വെച്ചിക്കണ്. നമുക്കേ ഈ മുട്ടക്കുട്ടന്മാരെ ഒന്ന് തിളപ്പിക്കാൻ തണുക്കാനുള്ള കുറച്ച് ശുദ്ധമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. മുട്ടക്കുട്ടന്മാരെ കൊറേ നേരമായി ഒന്ന് എടുക്കണ്ടോ നോക്കി നിൽക്കുന്നു. എടുത്തിട്ട് സമാധാനം അയക്കുന്നു തോന്നുന്നു. എന്തായാലും മുട്ടക്കുട്ടന്മാര് കുറച്ചൊക്കെ അങ്ങനെ തണുത്തിട്ടുണ്ടാവും. പിന്നല്ലേ ഞാൻ 10 വരെ എണ്ണുമ്പോത്തിന് നിങ്ങൾ ഗസ് ചെയ്യണം. അതാണ് അതൊക്കെ ഞാൻ 10 വരെ എണ്ണുമ്പോഴോട് പറയട്ടെ. ഗസ് ചെയ്തോളി. എന്തൊരു കഷ്ടാണ്. നമ്മളെ ചായക്കുട്ടന്മാരെ അടുപ്പിൽ വെച്ചിട്ട് നല്ലോണം കുമ്പളകളൊക്കെ ഇങ്ങനെ പൊന്തിക്കണം കേട്ടോ. കണ്ടില്ലേ? ഇനി നമ്മക്ക് ഇതിക്ക് നമ്മുടെ ചായപ്പൊടി മൊത്തം തിരിയ പേടിച്ചണ്ട. ഒരു സ്പൂണിന്റെ
കുറച്ച് അധികം ഇതരണുള്ളൂ കേട്ടോ. കുറച്ചുകൂടി ഉണ്ട് കൊറേ. അതൊക്കെ നമുക്ക് നേരത്തെ അറിയാം. ഓ ഓക്കെ, നമുക്ക് നമ്മളെ മെയിൻ ആയ പഞ്ചസാര. എന്താ പറയുന്നു? ഉപ്പൊക്കെ ഇട്ടാ കുടിച്ചാൻ പറ്റുവോ? പഞ്ചസാര. ഓക്കെ, പഞ്ചസാരക്ക് സ്പൂൺ ഇല്ല കേട്ടോ, ഞാൻ സ്പൂൺ എടുത്തിട്ട് വരാം. അപ്പൊ ഇതാ അതേപോലത്തെ ഒരു സ്പൂണ്. ഇതാ നമ്മള് നേരത്തെ ഇതില് പച്ച സ്പൂണ്, ഇതില് മഞ്ഞ സ്പൂണ്. മഞ്ഞ സ്പൂൺ കേൾക്കണം പൊടി ഉണ്ടാകും. ഓക്കെ, അങ്ങനെ നമ്മൾ കേക്കിയിട്ട് 2 സ്പൂണാണ് പഞ്ചസാര ഇടുന്നത്. 2 സ്പൂൺ കേട്ടോ. ഓക്കെ, 2 സ്പൂൺ പഞ്ചസാര ഇട്ടു. ഇത് കുറച്ചേരം കഴിഞ്ഞിട്ട് ഒന്ന് തളഞ്ഞ് വരും. നമ്മളെ മുട്ടക്കുട്ടന്മാര് പാലുകുട്ടന്മാരായിട്ടില്ലേ ഇനിയോ, അതേപോലെ ഇതും വരും. കണ്ടോ, ഇപ്പൊ തന്നെ ഒരു വിധത്തിൽ ആകുന്നുണ്ട്. അങ്ങനെ വന്നോട്ടെ, വന്നിട്ട് നമുക്ക് കാട്ടാം. അപ്പൊ ഇപ്പൊ ആരാ മനസ്സിലായി? നമ്മളെ ചായക്കുട്ടൻ തന്നെയാണ് കൂട്ടാൻ. നമ്മുടെ ചായ ഇതാ തിളച്ചോണ്ടിരിക്കണുണ്ട്. ഓഫാക്കാനായപ്പച്ചിയെ? ഓഫാക്ക, വേഗം ഓഫാക്ക. ഓക്കെ, നമ്മളങ്ങനെ ഓഫാക്കിയിട്ടുണ്ട്. നമുക്ക് നമ്മളെ മുട്ടക്കുട്ടന്മാര് പാവണ്ട്, ആരുമില്ല, ഒറ്റക്ക് കിടക്കാം. നമുക്കൊന്ന് പൊളിച്ചോക്കാം. അങ്ങനെ 2 ഞാൻ ഓൾറെഡി പൊളിച്ചിരുന്നു. നമുക്ക് 2 ഉണ്ട്. 2 കോഴിമുട്ടയും കൂടി പൊളിച്ചുണ്ട്. നമുക്കിതൊന്ന് പൊളിച്ചെടുക്കാം. എന്താ മുട്ട പൊളിച്ചാൻ അറിയാത്തവരല്ലേ? കണ്ടോട്ടോ, ഇതിങ്ങനെ ഫസ്റ്റ് ഒന്ന് ഇവിടെ മുട്ടിയിട്ട് കിട്ടണ വേറെ വെച്ചിട്ട് അയ്യോ സോറി ചീത്തറിയോ. ഓക്കെ, അങ്ങനെ നമ്മളിതാ ഇങ്ങനെ പൊളിച്ചെടുക്കുന്നുണ്ട്. ഇതന്നെയാണ് കേട്ടോ ഈ മുട്ടത്തൊലി അറിയണേ. എനിക്കും ആദ്യമൊന്നും കജ്ജൂലേനി, ഇപ്പൊ പിന്നെ കുറച്ചൊക്കെ തുടങ്ങി. പക്ഷെ ഇതെന്താ അറിയോ കുഴപ്പം? ചിലപ്പല്ലേ വേഗാത്തതൊക്കെ ഉണ്ടാകും, അതൊക്കെ പൊളിച്ചെടുക്കലാണ്. ചിലതൊക്കെ അല്ലേ ഇങ്ങനെ, ചിലത് ശരിയാകും, ചിലതൊന്നും ശരിയാവൂല. അമ്മാതി ജയിക്കാരം. എന്തായാലും ഞാൻ ഇതിക്ക് നമ്മൾ കൊറേ സാധനങ്ങൾ ഇടുന്നൊക്കെ കരുതീനി. പക്ഷെ ആ സാധനങ്ങൾ എവിടെ വെച്ചോ ഒന്നും കാണുന്നില്ല. അതുകൊണ്ട് നമ്മളിപ്പോ തൽക്കാലം മുട്ടക്കുട്ടന്മാരും ചായ കുടിച്ചാൻ പോകുകയാണ്. അങ്ങനെ നമ്മളെ മുട്ടക്കുട്ടന്മാരെയും ചായക്കുട്ടന്മാരെയും എടുത്ത് കുടിച്ചാൻ തുടങ്ങിയിട്ടുണ്ട്. അടിപൊളിയാണ്. അപ്പൊ എല്ലാരും ട്രൈ ചെയ്യാം. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്. നേരത്തെ പറ്റി പറഞ്ഞ ശരിയാണ്, ഞാനേ ഇതന്നെ ഉണ്ടാക്കിയ. അത് പറഞ്ഞ എന്തേനി? മുട്ട വീങ്ങിയത്. അതന്നെ ഉണ്ടാക്കിയത് കേട്ടോ.